ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമല്ലേ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദനെ പിണക്കം മാറ്റാനായിട്ട് കനക ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കാരണം അവിടെ ചന്ദ്രേട്ടനെ കെട്ടിയിട്ട പ്രശ്നത്തിലൊക്കെ ഒരു പിണക്കത്തിലൊക്കെയാണ് ഗോവിന്ദൻ. അപ്പോൾ അതൊന്ന് ശരിപ്പെടുത്താനായിട്ട് കനക പാലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദേട്ടൻ അത് കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് എന്തൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടണമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരമൊക്കെ നടന്ന് മക്കളെ പറ്റിയുള്ള സംസാരത്തിലേക്ക് അവർ കടക്കുന്നുണ്ട്. ആ സമയം ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ അധികം സംസാരിക്കൊന്നും വേണ്ട കനകെ, നിൻ്റെ അതേ പകർപ്പ് തന്നെയാണ് നവ്യ. നയനമോൾ അങ്ങനെയൊന്നല്ല, പക്ഷേ നീ ഇവിടെ ചെയ്യുന്ന നിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അവളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ പോയിട്ട് അവൾ ഇനി എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരം കേട്ടിട്ട് അവിടേക്ക് നന്ദുവും വരുന്നുണ്ട്. അപ്പോൾ നന്ദു വന്നിട്ട് പറയുന്നുണ്ട്, നയനേച്ചിനെ പറ്റി പേടിക്കേണ്ട, കാരണം നയനേച്ചി നല്ല രീതിയിൽ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നവ്യ ചിലപ്പോൾ പോയിലും സ്പീഡിൽ ഇങ്ങോട്ട് വരാനാണ് സാധ്യത എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നവ്യ ആണെന്നുണ്ടെങ്കിൽ അബിയെ മയക്കാനായിട്ട് ഒരു പൊടിയൊക്കെ പാലിൽ കലക്കിയിട്ട് അതും കൊണ്ടാണ് വരുന്നത്. പക്ഷേ അതേപോലെ തന്നെ നവ്യരെ പോലെ തന്നെ നയനയും അവിടെ പാല് കാച്ചുന്നുണ്ടായിരുന്നു ആദർശിന് വേണ്ടിയിട്ട്. അപ്പോൾ നവ്യ ഇട്ടിരുന്ന പൊടി ഇട്ടിരുന്ന പാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പോൾ നവ്യ വിചാരിച്ചിരിക്കുന്നത് ആ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അബിക്ക് ഇവളോട് വളരെയധികം സ്നേഹമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ പാലുമായിട്ടാണ് അബിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ആ പാലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഞാനേ അബിക്ക് വേണ്ടിയിട്ട് പാല് കാച്ചാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോഴേ എൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിനക്ക് പാലെടുക്കുന്ന കണ്ടിട്ട് അവൾക്ക് കുശുമ്പായിട്ട് അവൾ അപ്പം തന്നെ ആദർശനും പാല് കാച്ചിക്കൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്തൊരു കാര്യം ചെയ്താലും വീട്ടിലായിരുന്നാലും അതേപോലെ തന്നെ കോപ്പി അടിക്കലായിരുന്നു അവളുടെ സ്വഭാവം. അതേപോലെ തന്നെ അവൾക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയാണ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, നീ ഈ ഒരു പാല് മുഴുവൻ കഴിച്ച് ഇനി നിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചൊക്കെ ശ്രദ്ധ കാണിക്കണമെന്ന് പറയാണ്. അങ്ങനെ അബിയെ കൊണ്ട് ആ പാല് മുഴുവൻ കുടിപ്പിക്കുകയാണ്. നീ ഈ പാലൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യ്, അപ്പോഴേക്കും ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നവ്യ നേരെ ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവൾ ഉദ്ദേശിച്ച കാര്യം നടത്താനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്ര ദിവസമായിട്ടും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു നുണ പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അപ്പോൾ അത് അവൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് അവനെ മയക്കാനുള്ള ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഇപ്പോൾ ഈ ഗർഭം എന്ന് പറഞ്ഞിരിക്കുന്ന നുണക്കഥ സത്യമാക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അങ്ങനെ അവൾ നേരെ ബാത്റൂമിലൊക്കെ കയറിയിട്ട് ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്, അതൊക്കെ കാണുമ്പോൾ അബിയെ ആകർഷിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങിക്കൊണ്ട് അവൾ വരുന്നുണ്ട്. അപ്പോൾ അബി പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പോൾ അവൾ ആ നൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അബി, നീ എന്ത് കാണിക്കാനാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിനക്ക് ഇതൊക്കെ ഇടേണ്ട എന്ത് കാര്യം ചോദിച്ചപ്പോൾ നവ്യ വന്നിരുന്ന് പറയുന്നുണ്ട്, അബി നമുക്കിനി ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം പകുത്തു കൊടുക്കേണ്ടി വരും, അപ്പോൾ ഒരാൾക്കും കൂടി കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ രണ്ടുപേരും ഉള്ളൂ. അപ്പം നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനുള്ളതൊക്കെ സ്നേഹിച്ച് തീർക്കാനുള്ള ഒരു സമയമാണ് ഇതെന്ന് പറയുകയാണ്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എല്ലാം നിനക്കൊന്നും തോന്നുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് തോന്നാനായിട്ട്, അല്ല നിനക്ക് എന്നോട് സ്നേഹമോ അങ്ങനെ വല്ലതൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ പറയുന്നത്, കിടന്നുറങ്ങാൻ നോക്കുന്നു പറഞ്ഞിട്ട് അബി അവളെ വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല. അപ്പം നവ്യ ആലോചിക്കുന്നുണ്ട്, ഞാനപ്പോൾ ഇട്ട് കൊടുത്ത പൊടി അത് ഏറ്റില്ലേ, അതുകൊണ്ടാണോ അബി ഇങ്ങനെ നടക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നവ്യ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അവർക്കിടയിൽ നടക്കുന്നുമില്ല. ഓഫീസിലെ ജോലി കൂടാതെ വീട്ടിലും വന്ന് പണിയെടുക്കുന്നത് കണ്ടിട്ട് ആദർശിനോടൊരു ബഹുമാനം തോന്നിയിട്ട് നയന ഭാര്യ എന്ന കർത്തവ്യം നിറവേറ്റാനായിട്ട് ഇനി എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കാച്ചിക്കൊണ്ട് വരുന്നുണ്ട്. പാല് കാച്ചിയതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നവ്യ പൊടിയിട്ട് വെച്ചിരുന്ന പാല് ഗ്ലാസും കൊണ്ടാണ് നയന നേരെ റൂമിലേക്ക് വരുന്നത്. അങ്ങനെ റൂമിലേക്ക് വന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ഒരുപാട് പണിയൊക്കെ എടുത്തതല്ലേ, നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് ഈ പാല് കുടിച്ചോളാൻ പറഞ്ഞിട്ട് ആദർശിനി പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവൾ കൊടുത്ത പാല് വാങ്ങിച്ച് കുടിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അവളിങ്ങനെ കിടക്കൊക്കെ പിരിച്ചിട്ട് കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് ആദർശിനാണ് ആ പൊടിയുടെ എഫക്റ്റൊക്കെ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആദർശ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നിലൂടെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അവളോട് വളരെയധികം സ്നേഹത്തിലൊക്കെ പെരുമാറുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, ഇതെന്താണ്, നാളെയാണ് കർത്തവാവ്, ഇനി അതിൻ്റെ ശീലക്കേടൊക്കെയാണോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ്
അവളോട് മുട്ടിയൊരുമി നിൽക്കുന്നുണ്ട്, അവളോട് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ആ പൊടി കലർത്തി കൊടുത്തോടു കൂടിയതും പിന്നീട് ആദർശന് ഇപ്പം നമ്മുടെ നയനയോട് പണ്ടത്തെ പോലെ അത്ര വലിയ ദേഷ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാനായിട്ട് പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു ഉള്ളടക്കം. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാം ഫുൾ വീഡിയോയ്ക്കുമായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പത്തരമാറ്റിലെ ഫുൾ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.